ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ബി ബ്ലെൻഡിൻ്റെ സലൂണിലേക്ക് ഹെയർ സ്പാ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പെട്ടെന്ന് ഇതുകൊണ്ട് മുടിയൊക്കെ നല്ല സെറ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവർ പറയുന്നത് ഈ ഇൻസ്റ്റൻറ്റ് മോയ്സ്ചർ ഹീറ്റ് ഹെയർ സ്പാ മാസ്ക് ഫോർ ഇൻസ്റ്റൻറ്റ് നറിഷ്മെൻറ്റ് ആൻഡ് ഷൈൻ എന്ന് പറയുന്നുണ്ട്. വിത്ത് ജൂജുബ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ആ നനവോട് തന്നെ ഇതിനകത്ത് അവർ ക്രീം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് മാസ്ക് തന്നിട്ടുണ്ട്, അതെടുത്ത് തല വെച്ചിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം വാഷ് ചെയ്ത് ടവൽ കൊണ്ട് ഡ്രൈ ആക്കിയാൽ സംഭവം സെറ്റാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയുണ്ട് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇത് 1 to 2 സ്റ്റെപ്പാണ് അവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇൻറ്റൻസ് മോയ്സ്ചർ ഹെയർ മാസ്ക് എന്ന് പറയുന്നുണ്ട്. നമുക്കത് ദാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാക്കറ്റായിട്ട് തന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്താൽ മതി. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്രീമുണ്ട്, കണ്ടോ. ഒരു ക്രീമുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത മണമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ മുടി ഷാമ്പൂവും കണ്ടീഷണറും ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് മുടിയുടെ ആ ടെസ്റ്ററും എല്ലാം കണ്ടോ. ഇങ്ങനെയാണ് മുടി ഇരിക്കുന്നത്. നമ്മുടെ ഷാമ്പൂ കണ്ടീഷണർ ചെയ്ത് ഇതുണ്ട് ആ വെറ്റായിട്ട് തന്നെ നിൽക്കുകയാണ്, കണ്ടോ. കണ്ടീഷണർ വാഷ് ചെയ്ത് ഷാമ്പൂ ചെയ്ത് വെറ്റായിട്ട് നിൽക്കുക. നമുക്ക് ഇതൊന്ന് പാർട്ടീഷൻ ചെയ്ത് മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാം. അതിങ്ങനെ ചെറിയ പാർട്ടീഷനായിട്ട് തന്നെ അങ്ങ് ചെയ്യാൻ പോകണേ. ഇത് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സെൽഫ് ഹീറ്റിംഗ് ക്യാപ്പാണ്. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സെൽഫ് ഹീറ്റിംഗ് ക്യാപ്പ് അതിനകത്ത് ഇവിടെ കട്ട് ചെയ്യുന്നൊരു സൂത്രമുണ്ട്, കണ്ടോ. ഇങ്ങനെ കാണുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോയിൻ്റാണത്. നമ്മളല്ലാതെ സിസറിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കൈ തെന്നുന്നു. എന്നാലും കുഴപ്പമില്ല, കണ്ടോ. ഇപ്പോൾ ക്രീം ഇട്ടിട്ട് എൻ്റെ കൈ തെന്നുകയാണ്. പക്ഷെ എന്നിട്ടും അത് ഓപ്പൺ ചെയ്യാൻ പറ്റി. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള സാധനം ഇതുപോലത്തെ ഒരു ബെഡ് വൈപ്പ് പോലെ നല്ല കുതിർന്ന് നിൽക്കുന്നൊരു ക്യാപ്പാണ്. അത് തൊടുമ്പോഴേ ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കുഴാന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് തലയിലോട്ടൊന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ആ ബെഡ് ക്യാപ്പ് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് മുടിയൊന്ന് ഇങ്ങനെ ഒന്ന് കിളത്തി ഒന്ന് ചുറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ ക്യാപ്പ്. ഞാൻ ജസ്റ്റ് ഈ മുടി ഒന്ന് ഇങ്ങനെ കിളത്തി ഞാൻ കെട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ചു. എന്നിട്ട് ഈ ക്യാപ്പ് എടുത്തു. ഇതാണ് ക്യാപ്പ്. ചെറിയ ചൂട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് തൊടുമ്പോൾ തന്നെ. നമ്മുടെ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ നല്ല എലാസ്റ്റിക്കും ഒക്കെ ഉള്ള ക്യാപ്പാണ്. ഞാൻ അതിങ്ങനെ തലയിലോട്ട് ഇങ്ങനെ ഇടുകയാണ്. ഇത് തൊട്ടപ്പോഴേ ചൂടാവുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമൊക്കെ തൊടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. മുടി കെട്ടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഈ ക്യാപ്പിനകത്തോട്ട് നമ്മുടെ ഈ മുടി, ഞാനത് കെട്ടിയില്ല, കണ്ടോ. ഇത് ലൂസായിട്ട് കിടക്കുവാണ്. ഇതിനകത്തോട്ട് ഈ മുടിയെല്ലാം 2 സൈഡിൽ കൂടെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം. അപ്പം മുടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലീവ് ചെയ്യും. മുടി എല്ലാ സൈഡിലും നമ്മൾ മാക്സിമം ഇതിനകത്താക്കിയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തൊടുമ്പോൾ ഇങ്ങനെ ചെറിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ ചൂട്? എന്തോ തോന്നുന്നു തലയ്ക്ക്? നമ്മൾ ഹീറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ട്. ഏതാ നമ്മുടെ ബ്ലോ ഡ്രയർ തലയിൽ വെക്കുമ്പോൾ അവൾക്ക് ബ്ലോ ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചൂടുണ്ടല്ലോ, അതേപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് നോക്കാം.
അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഡിയേഴ്സ് ദാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണ്ട മുടി ഇങ്ങനെ നല്ല വെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്യിലും ആവുന്നുണ്ട്. കണ്ടോ എങ്ങനെ ഫീൽ ചെയ്യുന്നു? തലയ്ക്ക് നല്ല ചൂട് തോന്നുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചൂട് തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്താ ചൂട് മാത്രമേ ഉള്ളൂ തോന്നുന്നേ? ഒരു ഇതൊക്കെ ഇഴഞ്ഞു പോകുന്ന ഒരു ഫീലുണ്ട്. പിന്നെ ഇഴയുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ കുത്തുന്ന പോലെ വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്തോ തലയോട്ടിയിലോട്ട് ചൂടുണ്ടോ? തലയോട്ടിയിലോട്ട് ചൂടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഫീൽ ചെയ്യുന്നെന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ഇവിടെ വെച്ച് ഊരുന്നില്ല. ഊരി കഴിഞ്ഞാൽ ഇത് ദേഹത്തൊക്കെ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. അത് കണ്ടോ ഇതെങ്ങനെ ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടുണ്ട്. തലമുടിക്ക് നല്ലൊരു എന്നിങ്ങനെ പറയുന്നത് നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ തൊടുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ വലിയ ചൂടല്ല, നമുക്ക് ഈ തൊട്ട് നോക്കാവുന്ന ചൂട്, കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തൊടുന്ന ഒരു ഫീലുണ്ട് ആ മുടി തൊടുമ്പോൾ. അപ്പോൾ ഇനി പോയി വാഷ് ചെയ്തിട്ട്, അപ്പോൾ ഇതാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടി. ഒരു ചെറിയൊരു മിനുസം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. പിന്നെ ഇത് വാഷ് ചെയ്തപ്പം ഒരു ചെറിയൊരു വിക്സൊക്കെ എടുക്കുമ്പോൾ ഒരു കണ്ണൊരു ഗ്യാസ് പോലെ വരത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. തണുപ്പിൻ്റെ ഇതായിരിക്കും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തലയിലിരിക്കുമ്പോൾ ഒരു ചൂട് പോലെ തലയിലോട്ട് ആ ക്യാപ്പ് ഹീറ്റ് ആവുന്നതിൻ്റെ ചൂട് പോലെയുള്ള. ബ്ലോഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്നായി. അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് ബ്ലോഡറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആൾക്ക് ഫേസ് കാണിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഫേസ് കാണിക്കാതെ. ബൈ.